ഗ്യാസിൻ്റെ എക്സ്ചേഞ്ചിനെ സഹായിക്കുന്ന ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ വാട്ടറിൻ്റെ എക്സ്ചേഞ്ചിനെ നമുക്ക് സഹായിക്കണം. മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ സെയിം തന്നെ. മറ്റിടത്ത് ഗ്യാസ് എന്ന് പറഞ്ഞിടത്ത് ഇവിടെ വാട്ടർ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ എവിടെ നിന്നാണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്. ആരായിരിക്കും ഇതിനെയൊക്കെ സഹായിക്കുന്നത്? ഡിഫ്യൂഷൻ ആയാലും ഈ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വെള്ളത്തിന് പോകാനായാലും നമ്മളെ സഹായിക്കുന്നത് പ്ലാസ്മ മെമ്പറൈനാണ്, അത് മറക്കണ്ട. അപ്പം ഈ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആരുടെ സഹായത്താൽ? ത്രൂ ഓർ അക്രോസ് ദ പ്ലാസ്മ മെമ്പറൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നു. Higher concentration to lower concentration of gases is called diffusion, same as higher concentration to lower concentration for water is called to osmosis. Osmosis is a passage of water from region of higher water concentration through a semi-permeable membrane to a region of low concentration. ഈ പ്രീമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ സഹായത്തോടെ വാട്ടർ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തു നിന്ന് വാട്ടർ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടേം പഠിച്ചിട്ടുണ്ടല്ലോ, ഡിഫ്യൂഷനും ഓസ്മോസിസും. ഡിഫ്യൂഷൻ ആരാണ്? ഗ്യാസാണ്. അവിടെ നമുക്ക് എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ സഹായം വേണം. അടുത്തത് ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെയാണ്. അവിടെ നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ്റെ സഹായം വേണം. അപ്പം ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണെങ്കിൽ, ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടർ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്ത് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. ഇനി ഇത് തന്നെ പല രീതിയിലുണ്ട്. എന്താണ് പിന്നെ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക, കുറയുന്നിടത്തേക്ക് പോകുന്നത്. മീഡിയം, അതായത് ആ മീഡിയത്തിനകത്ത് ആ വെള്ളത്തിനകത്ത് എന്തടങ്ങിയിരിക്കുന്നു, എവിടെയാണ് ഹയർ കോൺസെൻട്രേഷൻ, എവിടെയാണ് ലോവർ കോൺസെൻട്രേഷൻ, എങ്ങനെയാണ് നമ്മൾ മുന്തിരിങ്ങ വെള്ളത്തിലിടുമ്പോൾ അത് കുതിർന്നു വരാറുണ്ട്, കടല വെള്ളത്തിലിടുമ്പോൾ കുതിർന്നു വരാറുണ്ട്. അപ്പോൾ അതെന്താണ്? അതിനകത്തേക്ക് വെള്ളം കയറിയത് കൊണ്ടാണ് അത് ഒന്ന് ബൾജ് ചെയ്ത് വന്നത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പം മാങ്ങ ഉപ്പിലിടുമ്പോൾ അത് അതിൻ്റെ തൊലി ഒന്ന് ചുളുങ്ങാറുണ്ട്. നമ്മുടെ കൈ വെള്ളത്തിലിടുമ്പം നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കുറച്ച് ഏറെ നേരം വെള്ളത്തിലിടുമ്പം വിരലിൻ്റെ ഈ ഭാഗമെല്ലാം ഇങ്ങനെ ചുളുങ്ങി ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പം അതെന്താണ്? ഈ എക്സ്ചേഞ്ചാണ്, ഈ വാട്ടറിൻ്റെ എക്സ്ചേഞ്ചാണ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബൾജ് ചെയ്ത് ഉണക്കമുന്തിരി ബൾജ് ചെയ്ത് വരുന്നതും ഈ വെള്ളത്തിലിട്ട ഉപ്പുമാങ്ങ ചുളുങ്ങി അല്ലെങ്കിൽ ചുക്കിച്ച് വരാനും കാരണം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാം. ഒന്നാമത്തെ, വിച്ച് സ്ട്രക്ചർ ഡു ദ കോർക്ക് സെൽസ് റിസംബിൾസ് ആസ് ഒബ്സർവ്ഡ് ബൈ റോബർട്ട് ഹുക്ക്? റോബർട്ട് ഹുക്ക് ഏത് സെല്ലുകളാണ് അല്ലെങ്കിൽ ഏത് സെല്ലാണ് ഒബ്സർവ് ചെയ്തത്? ഏത് സെല്ലാണ്? ഹണി കോമ്പാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. രണ്ടാമത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സെൽ ആസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ്? ഒരു ലാറ്റിൻ വേർഡിൽ ഒരു സെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ചെറിയ റൂം അല്ലേ, എ ലിറ്റിൽ റൂം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂണിസെല്ലുലാർ ഓർഗാനിസം? എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസം? ഓർഗാനിസം വിച്ച് മെയ്ഡപ്പ് ഓഫ് സിംഗിൾ സെൽ, ഒറ്റ സെല്ല് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? യൂണിസെല്ലുലാർ ഓർഗാനിസം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ദ സെൽ വിച്ച് ഹാവ് ചേഞ്ചിങ് ഷേപ്പ്. എപ്പോഴും ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് ഏതായിരിക്കും? ഏത് സെല്ലാണ്? യൂണിസെല്ലുലാർ ആയ അമീബയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അമീബയ്ക്ക് എപ്പോഴും എന്താണ് ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ ആ ഫുഡ് അതനുസരിച്ച് അതിൻ്റെ ബോഡി അങ്ങോട്ട് ഷേപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഫുഡിനെ വലിച്ചെടുക്കും. അത് കഴിഞ്ഞ് ആ ഫുഡ് ഡൈജസ്റ്റ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബോഡി തന്നെ അഡ്ജസ്റ്റ് ചെയ്താണ് അതിന് റിമൂവ് ചെയ്യുന്നത്. അടുത്തത്, നെയിം എ സയൻറ്റിസ്റ്റ് ഹൂ ഡിസ്കവർഡ് ദ സെൽ. അത് ആദ്യമേ പറയേണ്ടതായിരുന്നു. ആരായിരുന്നു സെല്ലിനെ കണ്ടുപിടിച്ചത്? ഡിസ്കവർഡ് റോബർട്ട് ഹുക്കായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ കമ്പോണൻറ്റ് ഓഫ് ദ സെൽ? സെല്ലിനകത്ത് കുറേ സാധനങ്ങളുണ്ടെന്ന് പറയുന്നു ജോലി ചെയ്യാനായിട്ട്, അതിനെ കമ്പോണൻസ് എന്ന് പറയുന്നു. ആ സെല്ലിൻ്റെ കമ്പോണൻസ് ആരാണ്? ആ സെല്ലിന് ജോലി, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആ സെല്ലിനെ ജോലി ചെയ്യാൻ സഹായിക്കുന്ന ആ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞു. ക്ലാസിഫൈ ദ ഒരു സെൽ എന്ന് പറയുന്നത് ഏതെല്ലാം സാധനങ്ങൾ ചേർന്നതാണ്? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ആരായിരുന്നു? സൈറ്റോപ്ലാസം. ഈ 3 ഇമ്പോർട്ടൻ്റ് സാധനങ്ങൾ ചേർന്നതാണ് എന്ത്? സെൽ എന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് പ്ലാസ്മ മെമ്പറൈനെ സെലക്റ്റീവ്ലി പ്രീമിയബിൾ മെമ്പറൈൻ എന്ന് വിളിക്കാൻ കാരണമെന്ത് എന്നാണ് പഠിച്ചത്. അതറിയാമല്ലോ. ചില സബ്സ്റ്റൻസിനെ എന്താണ് ഇൻ ആൻഡ് ഔട്ട് സെലക്ട് ചെയ്ത് സാധനങ്ങളെ എന്താണ്, അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ അലൗസ് സം സബ്സ്റ്റൻസ് ടു ഗോ ഇൻ ആൻഡ് ഔട്ട്. സം സബ്സ്റ്റൻസ് ഗോ ഇൻ ആൻഡ് ഔട്ട് ടു ദ സെൽ. സെല്ലിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ചിലതിനെ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്ലാസ്മ മെമ്പറൈനെ സെലക്റ്റീവ്ലി പ്രീമിയബിൾ മെമ്പറൈൻ എന്ന് പഠിച്ചത്. പിന്നെ 9ാമതായത് അതിനകത്ത് പഠിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് മിക്സ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്താണ് പിന്നെ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ ഇൻവെൻഷന് സഹായിച്ചത് ആരായിരുന്നു? മാഗ്നിഫയിങ് ലെൻസ് ആയിരുന്നു അതിന് കാരണമായത്. പിന്നെ പഠിച്ചത് ഓസ്മോസിസ് എന്താണെന്ന് പഠിച്ചു, ഡിഫ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും നേരം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്.